ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു MR ഫിസിക്സ് ട്യൂട്ടോറിയൽ. നമ്മൾക്കറിയാം എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്? The motion of an object is said to be uniform if it has equal displacement in equal interval of time. ഒരു ഒബ്ജക്റ്റിന് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം, യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വെലോസിറ്റി യൂണിഫോം ആയിരിക്കും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റിയിൽ എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ത്രൂ ഔട്ട് ദി മോഷൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ നോൺ യൂണിഫോം മോഷന്റെ കേസിലോ, നോൺ യൂണിഫോം മോഷന്റെ കേസിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കില്ല, വെലോസിറ്റി നോൺ യൂണിഫോം ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇനീഷ്യലി ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അറ്റ് എ ടൈം t ഈക്വൽ ടു 0 സെക്കൻഡ് ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. റെസ്റ്റിലാണെന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ 2 സെക്കൻഡ് കൊണ്ട് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. 4 സെക്കൻഡ് കൊണ്ട് ആ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആയി. 6 സെക്കൻഡ് കൊണ്ട് ആ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. ഇനീഷ്യലി അറ്റ് എ ടൈം t ഈക്വൽ ടു 0 സെക്കൻഡ് ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. 4ാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. 6ാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. നിങ്ങൾ നോക്കുക, ഈ ഒരു മോഷനിൽ വെലോസിറ്റി എന്തല്ല? കോൺസ്റ്റന്റ് അല്ല, യൂണിഫോം അല്ല. വെലോസിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു? ചേഞ്ച് സംഭവിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ മോഷൻ യൂണിഫോം മോഷൻ അല്ല, നോൺ യൂണിഫോം മോഷൻ ആണ്. കാരണം ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, 2 സെക്കൻഡ് കൊണ്ട് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0-ൽ നിന്നും 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇവിടെ എത്രയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി? അത് നമുക്ക് ഡെൽറ്റ വി എന്ന് കൊടുക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എത്രയാണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. 4 മൈനസ് 0 ആണ്, അതായത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി എത്ര സമയം കൊണ്ടാണ് ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി സംഭവിച്ചത്? വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തത് എത്ര സമയം കൊണ്ടാണ്? 2 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ ടൈം ഇന്റർവൽ അത് എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ സംഭവിക്കുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയായിരിക്കും? 2 സെക്കൻഡിൽ സംഭവിച്ച ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് 4 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡിൽ സംഭവിച്ച ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് 4 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ സംഭവിക്കുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയായിരിക്കും? 4 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2 സെക്കൻഡ്. ദാറ്റ് ഈക്വൽസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഈ ഒരു ടേമിന് പറയുന്ന പേരാണ് ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ. അപ്പൊ എന്താണ് ആക്സിലറേഷൻ? Acceleration is the change in velocity of an object in 1 second or in unit time. നിങ്ങൾ നോക്കുക, ഇവിടെ 2 സെക്കൻഡ് കൊണ്ട് 0 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡ് ആയിട്ട് ടൈം ഇൻക്രീസ് ചെയ്തപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. Now what is the change in velocity? 4 meter per second. What is the time interval to change the velocity? 2 seconds. 2 സെക്കൻഡിൽ സംഭവിച്ച ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ സംഭവിച്ച ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2 സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന് പറയുന്ന പേരാണ് എന്ത്? ആക്സിലറേഷൻ. Acceleration is the change in velocity of an object in 1 second. Acceleration is the change in velocity of an object in unit time. എന്താണ് ആക്സിലറേഷന്റെ യൂണിറ്റ്? ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കരുതുക. t സെക്കൻഡ് കൊണ്ട്
അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? v മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. ഒരു ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u മീറ്റർ പെർ സെക്കൻഡ് ആണ്. t സെക്കൻഡ് കൊണ്ട് അതിന്റെ വെലോസിറ്റി v മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി? ഡെൽറ്റ v ഈസ് ഈക്വൽ ടു എത്രയാണ്? v മൈനസ് u ആണ്. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി സംഭവിച്ചത് എത്ര സമയം കൊണ്ടാണ്? t സെക്കൻഡ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഓഫ് ദിസ് ഒബ്ജക്റ്റ് എന്താണ്? ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. t സെക്കൻഡിൽ ഉണ്ടായ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് v മൈനസ് u. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? v മൈനസ് u ഡിവൈഡഡ് ബൈ t. ഇതാണ് ആക്സലറേഷന്റെ ഇക്വേഷൻ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. Acceleration is equal to change in velocity divided by time. The acceleration of an object is the change in velocity of that object in unit time or in 1 second. എന്താണ് ആക്സലറേഷന്റെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. എന്താണ് ആക്സലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല? ആക്സലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. L t⁻² എന്നതാണ് ആക്സലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി നിങ്ങൾ ഈ എക്സാമ്പിൾ തന്നെ നോക്കുക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ആദ്യത്തെ 2 സെക്കൻഡിൽ ഉണ്ടായ ഇൻക്രീസ് ഇൻ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത 2 സെക്കൻഡിലും എത്രയാണ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി? 2 സെക്കൻഡിൽ നിന്നും 4 സെക്കൻഡ് ആയിട്ട് ടൈം ചേഞ്ച് ചെയ്തപ്പോൾ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അവിടെയും ചേഞ്ച് ഇൻ വെലോസിറ്റി 8 മൈനസ് 4 ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ 2 സെക്കൻഡിലും ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത 2 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിലും ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 12 മൈനസ് 8 ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ 2 സെക്കൻഡിലും ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒബ്ജക്റ്റിനുണ്ടാവുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ആണ്. അല്ലെ? നിങ്ങൾ നോക്കുക. ആദ്യത്തെ 2 സെക്കൻഡിൽ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അടുത്ത 2 സെക്കൻഡിൽ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അടുത്ത 2 സെക്കൻഡിലും വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. യൂണിഫോം ആക്സിലറേഷൻ. നിങ്ങൾ ഇവിടെ നോക്കുക. 0 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. എത്രയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി? 4 മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ് ടൈം ഇന്റർവൽ? 2 സെക്കൻഡ്. ആക്സിലറേഷൻ എത്ര? 4 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 2 സെക്കൻഡ്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. അടുത്ത കേസ് എടുക്കുക. 2 സെക്കൻഡിൽ നിന്നും ടൈം 4 സെക്കൻഡ് ആയിട്ട് ചേഞ്ച് ചെയ്തപ്പോൾ ഇൻക്രീസ് ചെയ്തപ്പോൾ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇവിടെ എത്രയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി? 8 മൈനസ് 4 ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ് ടൈം ഇന്റർവൽ? ഡെൽറ്റ ടി. 4 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അപ്പൊ എന്താണ് ആക്സിലറേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. 4 ഡിവൈഡ് ബൈ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മൂന്നാമത്തെ കേസിലും ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം ഇന്റർവൽ എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അപ്പൊ അവിടെ എത്രയാണ് ആക്സിലറേഷൻ? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റിന് സംഭവിക്കുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പൊ എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിന് യൂണിഫോം ആക്സിലറേഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നത്? ഒരു ഒബ്ജക്റ്റിന് സംഭവിക്കുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. യൂണിഫോം ആക്സിലറേഷനോട് കൂടിയുള്ള മോഷന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രം ഒരു ഒബ്ജക്റ്റ് താഴോട്ടേക്ക് പതിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോഷനെയാണ് എന്ത് പറയുന്നത്? ഫ്രീലി ഫോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. ആ ഫ്രീലി ഫോളിംഗ് മോഷന്റെ കേസിൽ എല്ലാ 1 സെക്കൻഡിലും ഒബ്ജക്റ്റിന് സംഭവിക്കുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ആണ്. നിങ്ങൾ നോക്കുക. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 സെക്കൻഡിൽ ഒബ്ജക്റ്റ് അതിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം t ഈക്വൽ ടു 0 സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നു. ആ സമയത്ത് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും.
പിന്നെ എന്താ സംഭവിക്കുക? ഒന്നാമത്തെ സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 19.6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മൂന്നാമത്തെ സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 19.6 പ്ലസ് 9.8 അതായത് 29.4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഓരോ സെക്കൻഡിലും ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്ര വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു? 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു സെക്കൻഡിലും ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? ഈക്വൽ ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ആ ഒബ്ജക്റ്റിന്റെ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. എത്രയാണ് ആക്സിലറേഷൻ? ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതാണ് ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ. ഫ്രീലി ഫോളിംഗ് ബോഡി എന്തിന് എക്സാമ്പിൾ ആണ്? യൂണിഫോം ആക്സിലറേഷനോട് കൂടിയുള്ള ഒരു ബോഡിയുടെ മോഷന് എക്സാമ്പിൾ ആണ്. അവിടെ ബോഡിയുടെ വെലോസിറ്റി എല്ലാ 1 സെക്കൻഡിലും ഈക്വൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്ന വെലോസിറ്റിയുടെ വാല്യൂ? 9.8 മീറ്റർ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഒന്നാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. രണ്ടാമത്തെ സെക്കൻഡിൽ അത് 19.6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടാവും. 9.8ന്റെ കൂടെ 9.8 കൂടി ഇൻക്രീസ് ചെയ്യും. മൂന്നാമത്തെ സെക്കൻഡിൽ അത് 29.4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ എല്ലാ 1 സെക്കൻഡിലും ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഇൻക്രീസ് ഇൻ വെലോസിറ്റി എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. എത്രയാണ് അതിന്റെ വാല്യൂ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് പറയാം ഫ്രീലി ഫോളിംഗ് മോഷൻ, ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ മോഷൻ അതെന്തിന് എക്സാമ്പിൾ ആണ്? യൂണിഫോം ആക്സിലറേഷനോട് കൂടിയിട്ടുള്ള മോഷന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ഇൻ വെലോസിറ്റിയുടെ കേസാണ് നമ്മൾ പറഞ്ഞത്. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ അങ്ങനെയും സംഭവിക്കാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലി ആ ഒബ്ജക്റ്റ് 0 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1-2 സെക്കൻഡ് കൊണ്ട് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അടുത്ത 2 സെക്കൻഡിൽ അതായത് 4ാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇവിടെയൊക്കെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. എന്നാൽ 6ാമത്തെ സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ നോക്കിയേ, 4ാമത്തെ സെക്കൻഡിൽ നിന്നും 6ാമത്തെ സെക്കൻഡിലേക്ക് ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 4 മൈനസ് 8 -4 മീറ്റർ പെർ സെക്കൻഡ് ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അത് എത്ര സമയം കൊണ്ടാണ് സംഭവിക്കുന്നത്? 2 സെക്കൻഡ് കൊണ്ട്. അപ്പൊ ഡിക്രീസ് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം, നമ്മൾ നേരത്തെ പഠിച്ചത് ഇൻക്രീസ് ഇൻ വെലോസിറ്റിയുടെ കേസ് ആയിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി എന്ത് ചെയ്യുകയാണ്? ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പൊ ഡിക്രീസ് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം അതിന് പറയുന്ന പേരാണ് എന്ത്? റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്നാണ് അതിന് പറയുന്നത്. വെലോസിറ്റി എന്ത് ചെയ്യുകയാണ്? ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആക്സലറേഷന് പകരം എന്താണ് പറയുക? റിട്ടാർഡേഷൻ എന്നാണ് പറയുക. റിട്ടാർഡേഷന്റെ വാല്യൂ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുക. -4/2 -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുക. നെഗറ്റീവ് സൈൻ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ വെലോസിറ്റി എന്ത് ചെയ്യുകയാണ്? ഡിക്രീസ് ചെയ്യുകയാണ്. ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ അതിനെന്ത് പേര് പറയും? റിട്ടാർഡേഷൻ എന്നാണ് പറയുന്നത്. യൂണിറ്റ് ടൈമിൽ ഉണ്ടാവുന്ന ഡിക്രീസ് ഇൻ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? റിട്ടാർഡേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനെ പറ്റിയിട്ടാണ്. നമ്മൾക്കറിയാം എല്ലാ സിറ്റുവേഷനിലും ആക്സിലറേഷൻ യൂണിഫോം ആവണമെന്നില്ല. വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആവണമെന്നില്ല. അപ്പൊ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി നമ്മൾ കണ്ടെത്തും. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ആക്സിലറേഷൻ നമ്മൾ കണ്ടെത്തും. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ആക്സിലറേഷൻ പറയുന്ന പേരാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. നമ്മൾക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാമോ? എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? V is equal to limit delta t tends to 0 delta x divided by delta t. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. Delta t, that is time interval, almost tends to 0. Delta x divided by delta t. ഇതാണ് instantaneous velocity equation, or it can be written as V is equal to dx by dt
നമ്മൾ ഇതിനെ എങ്ങനെയാണ് വായിക്കുക? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? A is equal to ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്. ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. ടൈം ഇന്റർവൽ ടെൻസ് ടു 0. അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതിന് നമ്മൾ v is equal to dx by dt എന്ന് എഴുതാം. ആക്സലറേഷന്റെ കേസിൽ എന്താ വരുന്നത്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. എന്താണ് ഡെൽറ്റ വി? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം ഡെൽറ്റ ടി. ഡെൽറ്റ ടി ടെൻസ് ടു 0. അതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷന്റെ ഇക്വേഷൻ. ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് a is equal to dv by dt. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വെലോസിറ്റി ഈസ് ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു. അതേപോലെ ആക്സലറേഷൻ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഈസ് ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഈസ് ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷന്റെ ഇക്വേഷൻ. A is equal to dv divided by dt. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? v is equal to dx by dt. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആക്സലറേഷൻ എന്നുള്ളത്. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. യൂണിറ്റ് ടൈമിൽ സംഭവിക്കുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് എന്ത് പറയുന്നത്? ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. എന്താണ് അതിന്റെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താണ് ഡയമെൻഷൻ ഓഫ് ഫോർമുല? L(t⁻²). ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ആ ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ എന്താണ്? യൂണിഫോം ആണെന്ന് പറയാം. എന്താണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആക്സലറേഷൻ പറയുന്ന പേരാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ A is equal to എന്താണ്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഓർ A is equal to dv by dt. Acceleration is the instantaneous acceleration is the time derivative of velocity. Okay, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.